തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ടിറ്റിക്കാക്ക തടാകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ഉയരത്തിൽ ഗംഭീരമായ ആൻഡീസ് കൊടുമുടികൾക്കിടയിൽ ഒരു തിളങ്ങുന്ന രത്നം പോലെയാണ് ആ തടാകം. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ശാന്തമായ ജലം ഒരു കണ്ണാടി പോലെ മുകളിലെ ആകാശത്തെ അതിൽ പ്രതിഫലിപ്പിക്കുന്നു. ടിറ്റിക്കാക്ക വെറുമൊരു തടാകമല്ല, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 12,500 അടി അഥവാ 3,810 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സഞ്ചാരയോഗ്യമായ തടാകമാണിത്. ഏകദേശം 3,232 ചതുരശ്ര മൈൽ അഥവാ 8,372 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ടിറ്റിക്കാക്ക തടാകം വളരെ വിശാലമാണ്. പെറു, ബൊളീവിയ എന്നീ 2 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ഉപരിതല വിസ്തീർണം അനുസരിച്ച് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകമായി മാറുന്നു. ഈ തടാകം ചരിത്രവും സംസ്കാരവും നിറഞ്ഞതാണ്. ഇൻകാൻ സാമ്രാജ്യത്തിൻ്റെ ഇതിഹാസ സ്ഥാപകർ ടിറ്റിക്കാക്ക തടാകത്തിലെ വെള്ളത്തിൽ നിന്നാണ് ഉയർന്നുവന്നതെന്ന് വിശ്വസിക്കുന്ന ആൻഡിയൻ ജനത, പ്രത്യേകിച്ച് ഇൻകാകൾ, ഇത് പവിത്രമായി കണക്കാക്കുന്നു. ഫ്ലോട്ടിംഗ് ദ്വീപുകളെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ടിറ്റിക്കാക്ക തടാകത്തിലെ സവിശേഷമായ ഫ്ലോട്ടിംഗ് ദ്വീപുകൾ തടാകത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു തരം ജലസസ്യമായ ടോട്ടോറ റീഡുകളിൽ നിന്ന് നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപുകളാണ്. ഈ ദ്വീപുകൾ നൂറ്റാണ്ടുകളായി തടാകത്തിൽ താമസിക്കുന്ന ഒരു തദ്ദേശീയ സമൂഹമായ ഉറോസ് ജനതയുടെ അസാധാരണമായ സൃഷ്ടികളാണ്. ഈ ദ്വീപുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നത് പുതുതായി മുറിച്ച ടോട്ടോറ റീഡുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നിരത്തി പൊങ്ങിക്കിടക്കുന്ന ഒരു അടിത്തറ ഉണ്ടാക്കുന്നു. താഴത്തെ പാളികൾ വിഘടിക്കുന്നതിനാൽ ദ്വീപുകളുടെ ഘടനാപരമായ സമഗ്രത നിലനിർത്തുന്നതിനും മുകളിൽ പുതിയ പാളികൾ ചേർക്കുന്നു. ഈ പ്രക്രിയ തുടരുന്നു. അതിന്റെ ഫലമായി വീടുകൾ, നടപ്പാതകൾ, മറ്റ് ഘടനകൾ എന്നിവയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിസ്മയകരമാംവിധം ഉറച്ച അടിത്തറ ഇതിന് ലഭിക്കുന്നു. ടോട്ടോറ റീഡുകൾ ദ്വീപുകളുടെ നിർമ്മാണത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അവർ ഉറോസ് കമ്മ്യൂണിറ്റിയിലെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. തദ്ദേശവാസികൾ അവരുടെ വീടുകൾ ടോട്ടോറ റീഡ് ബോട്ടുകൾ അല്ലെങ്കിൽ ബൽസാസ് എന്ന് അറിയപ്പെടുന്ന ജലയാനങ്ങൾ നിർമ്മിക്കുന്നതിനും വ്യാപാരത്തിനും വിൽപ്പനയ്ക്കും മറ്റുമായി കരകൗശല വസ്തുക്കൾ സൃഷ്ടിക്കുന്നതിനും ടോട്ടോറ റീഡുകൾ ഉപയോഗിക്കുന്നു. ഈ പൊങ്ങിക്കിടക്കുന്ന ദ്വീപുകളിലെ താമസം ഉറോസ് ജനതയുടെ ജീവിതമാർഗം കൂടിയാണ്. അവർ ഉപജീവനത്തിനായി തടാകത്തെയും അതിന്റെ വിഭവങ്ങളെയും ആശ്രയിക്കുന്നു. തടാകത്തിൽ മത്സ്യബന്ധനം നടത്തുകയും നിർമ്മാണത്തിനും കരകൗശല വസ്തുക്കൾക്കുമായി ടോട്ടോറ റീഡുകൾ വിളവെടുക്കുകയും ചെയ്യുന്നു. കൂടാതെ അവർ അവരുടെ ഒഴുകുന്ന വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സവിശേഷ സംസ്കാരവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉയർന്ന ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്തിട്ടും ടിറ്റിക്കാക്ക തടാകം വൈവിധ്യമാർന്ന ജീവജാലങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്ത നിരവധി തരം മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള സവിശേഷമായ ജലജീവികൾ ഇവിടെയുണ്ട്. കൂടാതെ വിവിധ പക്ഷികളുടെ നിർണായക ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇത്. ടിറ്റിക്കാക്ക തടാകം വെറുമൊരു ജലാശയം മാത്രമല്ല, ഇത് ഒരു സാംസ്കാരിക പ്രതീകം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഒരു അത്ഭുതമാണത്.